ആരോഗ്യക്കുറവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ സാധനം ഉണ്ടാക്കി കൊടുത്തോട്ടോ. അവർ അപ്പം തന്നെ എഴുന്നേറ്റ് വരും. കട്ടിലെന്നൊക്കെ എഴുന്നേറ്റ് ഓടിക്കൊള്ളുവന്. സൂപ്പർ ഫുഡ്. അങ്കമാലി പോയി അത് മേടിച്ചിട്ട് വരാം കേട്ടാ. കപ്പക്കിടാനുള്ളതല്ലേ. അങ്ങനെ നമ്മുടെ തല്ലിക്കൊന്ന പോത്തിൻ്റെ ഇറച്ചി, അതായത് രക്തം ബോഡിയിലുണ്ടാവും, അങ്ങനെയാണ് പറഞ്ഞത് എന്നോട്. പക്ഷേ ഞാൻ നന്നായിട്ട് കഴുകി. ഇതിന് ടേസ്റ്റ് കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടേക്കണത്. ഈ ഇറച്ചി സാധാരണ എറണാകുളത്തൊക്കെ കഴുത്തറുത്താണ് കൊല്ലണത്, ഇത് തല്ലിക്കൊന്നെടുക്കണത്. അങ്ങനെ ഞാനതൊരു കുക്കറിലോട്ട് മാറ്റുന്നതാണ്. ഇത് 2 കിലോ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഐറ്റംസ് എല്ലാവരും കൈക്കണക്കാക്കി ഇടാം. ഇത് എനിക്ക് തോന്നണത് ഇത് കണ്ടാ, ഇതൊന്ന് പൊളിക്കുന്നത്. ഞാൻ വെറും 4 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ബീഫ്, അതായത് പോത്തിറച്ചി, ഇതിൻ്റെ ഉഗ്രൻ ടേസ്റ്റിൽ ഇത് ഉണ്ടാക്കാൻ പോണേണ്ട. ഇത് ഇഞ്ചി കൈക്കണക്കിലാണ് ഇതൊക്കെ ഇടുന്നത്. കുറച്ച് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, അങ്ങനെ ഇത്തിരി വേപ്പല. അപ്പം 5-ാമത്തെ ആയിട്ടാ, സോറി എണ്ണം തെറ്റി. ഇതിനകത്ത് വെള്ളം ഒഴിക്കരുതിട്ട് ഒരു കാരണവശാലും. വെള്ളം. പിന്നെ 6-ാമത്തെ ഐറ്റം നമ്മുടെ ജോസേട്ടൻ്റെ വെളിച്ചെണ്ണ. ജോസേട്ടൻ്റെ വെളിച്ചെണ്ണയെ കുറിച്ച് പറയണ്ടല്ലോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിരുമണം. ഇതാണ്ട ബീഫ് റെഡി ആയിട്ടാ. ഇനി ഒരു 6-7 വിസിൽ വന്ന നേരം വരെ ചെറിയ വിസിലടിച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലോട്ട് മാറ്റണം കേട്ടോ. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇത് മച്ച്ലി എന്ന് പറഞ്ഞ ഒരു ചാനലാണ്, യൂട്യൂബ് ചാനലാണ്. എല്ലാവരും നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. അപ്പോൾ ഞാനിത് വേവിക്കാം. ഇത് 6 സ്റ്റീം കൂടിച്ചിട്ട് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടെ. ഈ തോപ്പുംപടി, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഭാഗത്തുള്ളവർ പലരും ചെയ്യണമായിട്ടുണ്ട്. അവരതിനകത്ത് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാറില്ല. അപ്പം 5 ഇൻഗ്രീഡിയൻ്റ് ആവുള്ളൂ. അതൊരു വെളിച്ചെണ്ണ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 4 ഇൻഗ്രീഡിയൻ്റ് ആവുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവരൊക്കെ പെട്ടെന്ന് ബീഫിൻ്റെ നാച്ചുറൽ ടേസ്റ്റിൽ, ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഡിഷാണത്. അങ്ങനെ നമ്മുടെ ബീഫ് ഉപ്പിൽ വെച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട ഞാൻ ഇതിൽ മഞ്ഞപ്പൊടിയൊക്കെ കൂട്ടിയിട്ടാ. 5-6 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഇട്ടിട്ടുള്ളൂ. മഞ്ഞപ്പൊടി ഇതിൽ കയറ്റിയിട്ടാണ്ടേ. പൊളിച്ച് ഒന്നും പറയാനില്ല. പോത്തിറച്ചിയുടെ ഒറിജിനൽ ടേസ്റ്റാണ്. ഒരുമാതിരി ഗ്രഹണി പിടിച്ചെടുക്കണ ആൾക്കാരാ, ആരോഗ്യക്കുറവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ സാധനം ഉണ്ടാക്കി കൊടുത്തോട്ടോ. അവർ അപ്പം തന്നെ എഴുന്നേറ്റ് വരും. കട്ടിലെന്നൊക്കെ എഴുന്നേറ്റ് ഓടിക്കൊള്ളുവന്. സൂപ്പർ ഫുഡ്, അതായത് ഉപ്പിൽ വേവിച്ച ഇറച്ചി. അപ്പോൾ ഉപ്പിൽ വേവിച്ച് കഴിക്കാനായിട്ട് എൻ്റെ സുഹൃത്തുക്കളെ 3-4-5 പേര് ഞങ്ങൾ എല്ലാവരും ഉപ്പിൽ വേവിച്ച് കഴിക്കാനായിട്ട് വിളിച്ചേക്കാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും പരിചയമുണ്ട്. ജാക്സൺ, ഇത് തമ്മനത്തുള്ള ലിജു പള്ളൻ, ഇത് ജിജിൻ പള്ളൻ, ഇത് നമ്മുടെ എല്ലാമായ പപ്പേട്ടൻ. പിന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇത് സുനിൽ പണിക്കര്, അരുൺ. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം. നമ്മൾ വെറുതെ 4 ഇതിട്ടിട്ട് എടുത്തേക്കണം. ഇതിനകത്ത് 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഇട്ടിട്ട് എടുത്തേക്കണം. വേറെ കുരുമുളക് പൊടിയോ കാര്യമായിട്ടുള്ള ഒന്നും ചേർത്തിട്ടില്ല. മഞ്ഞപ്പൊടി അതിൽ കയറ്റിയിട്ട് എടുത്താണ്. രുചി ഒന്ന് ടേസ്റ്റ് നോക്കി.
നന്നായിട്ടുണ്ട്. മഞ്ഞപ്പൊടി പൊടിക്കൂടി പോയ സംശയമുണ്ട്. ഇത് പണ്ടത്തെ നമ്മളൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. കൺവേർട്ട് ചെയ്തിട്ട് അതെ അതെ പള്ളിയിൽ നിന്ന് കഴിയുമ്പോൾ ഇതാണ് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ റോസ്റ്റും ഇഷ്ടവും ഒക്കെ ആക്കുന്നത്. പിന്നെ പഴയ ഒരു സംഭവമാണ്. ഇത് ഭയങ്കര ഹെൽത്തി ഫുഡാണ്, ഹെൽത്തി ഡിഷാണത്. ശരിക്കും ഇത് മാത്രം മതി കഴിക്കാൻ. അതെ അതെ അതെ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം ഇത് കഴിക്കുമ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ്. കാരണം വീട്ടിൽ ചെറുപ്പത്തിൽ അപ്പച്ചൻ്റെ കൂടെ പള്ളിയിലത്തെ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് നേരെ ഇറച്ചി മേടിച്ച് വീട്ടിൽ വരും. അപ്പോൾ ഇറച്ചി ഉപ്പിൽ വെച്ചിട്ട് ആദ്യം വെക്കണത്. അപ്പം എന്ത് പകുതി ആകുമ്പോഴേക്കും അപ്പച്ചൻ പറയും ഉപ്പിൽ വെച്ച് കുറച്ച് എടുക്കാൻ പറയും. ഉപ്പ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പകുതി കോപ്പയിൽ കോരി എടുക്കും. അപ്പം ഞാനും അനിയത്തി ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് ആ നെയ്യൊക്കെ ഉള്ള പീസൊക്കെ എടുത്ത് ആ ടേസ്റ്റ് നോക്കി ആ ഇതിൻ്റെ ഈ പറഞ്ഞ വെള്ളമോ കുടിച്ച് ഒറിജിനൽ ടേസ്റ്റ് ബീഫ് കറക്റ്റ്. അപ്പൊ ആ ഒരു പക്ക ഫീൽ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. കുട്ടിക്കാലം പോലെ കാണുന്ന ബീഫ് കറി, പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ എന്തൊക്കെ ചേർക്കുന്ന സാധാരണ ഇല്ല, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മഞ്ഞപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, 6 ഇൻഗ്രീഡിയന്റ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്കൊക്കെ ബീഫ് കഴിക്കണമെന്ന് തോന്നുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ്. കൊച്ചിക്കാരുടെ ഒരു വിഭവമാണത്. യഥാർത്ഥ ബീഫിന്റെ ഒരു ടേസ്റ്റ്. ഇതാണ് നേരത്തെ ലിജു പറഞ്ഞാൽ ഇത് നമുക്ക് ചാപ്സ് ആക്കണം, ചാപ്സ് ആക്കുക, ഇഷ്ടം ഉണ്ടാക്കണം, ഇഷ്ടം ഉണ്ടാക്കുക. ഗോതമ്പൂട്ടിന്റെ അതെ നല്ല രസമുണ്ട്. ഇത് എന്താ ഇങ്ങനെ ഉപ്പിലിട്ട് സംഭവം കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. നമ്മൾ സ്പൈസി ഡിഷാണ് കൂടുതലും കഴിച്ചിരിക്കുന്നത്. അതിനുപരി ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് വളരെ കുറവും, അതിന് പറ്റിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. റേച്ചേട്ടാ കൊള്ളാം. 2021 ആദ്യത്തെ ഇതാട്ടോ ഡിഷാണ് ഇത്. ചെറുപ്പത്തിലെ അപ്പച്ചൻ കുർബാനൊക്കെ പോയുമ്പോൾ ഞങ്ങൾ ഇതിന് പോവും, കാരസിന് പോവും. പോരുമ്പോഴത്തേക്കും വീട്ടുകാർ ആദ്യം വീട്ടിലെത്തുണ്ടാവും. അപ്പോൾ കാരസൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല അരിപ്പുട്ട് അല്ലെങ്കിൽ ഗോതമ്പുട്ടും കൂട്ടിയിട്ട് പണ്ട് വീട്ടിൽ കഴിച്ചിരുന്ന സാധനം ഇപ്പോഴും ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഇതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കറി വെക്കണത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം ഉപ്പിൽ വെച്ച ബീഫും പുട്ടുമാണ് കഴിക്കാറ്. ഇപ്പോൾ റൈച്ചാൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓർമ്മ ഇടുന്നുണ്ട് അപ്പോഴും കഴിക്കേണ്ടത്. അവിടെ വീട്ടിൽ വെക്കേണ്ട ഇതിൻ്റെ ആ നൊസ്റ്റാൾജിയ ഇതാണെന്ന് പറയാം. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നല്ലൊരു അനുഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഇതാണ്. നല്ല പുട്ട അല്ലെങ്കിൽ ഗോതമ്പുട്ട അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. സൂപ്പർ റൈച്ചേട്ടാ. എന്നെ റജിയെ തലശ്ശേരിയിൽ നെയ്ച്ചോറ് ബിരിയാണിയിൽ ഇഷ്ടംപോലെ കിട്ടും, പക്ഷെ ഇത് കിട്ടില്ല. ഇതിപ്പോ ഇവിടെ കിട്ടും. അപ്പൊ ഇത് ഇവിടെ കിട്ടില്ല. എന്തിനാണ് ഇത് ഉണ്ടാക്കാനായിട്ട് 5 മിനിറ്റ് വേണ്ടത്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വെറുതെ 5 മിനിറ്റ് മതി. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനകത്ത് കറിവേപ്പിലാണ് ഇടേണ്ടത്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് അതിനകത്ത് ഉണ്ടാവും. എല്ലാവരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ കാണാൻ പറ്റും. ഞങ്ങൾ എറണാകുളത്തുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ദിവസം പണിയെടുക്കുന്നുണ്ട്, ഒരു ദിവസം ശരിക്കും എൻജോയ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത്. പച്ചലി റെസ്റ്റോറന്റ്, കത്രിക്കടവ്, സൺഡേ ഹോളിഡേ.